ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തണുത്ത ഫ്രൂട്ട് സാലഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിന് ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് എടുത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും നല്ലത് ഗ്രേപ്സും ആപ്പിളും മാംഗോ ബനാന ഇതൊക്കെയാണ് ഫ്രൂട്ട് സാലഡിൽ അരിഞ്ഞിടാൻ പറ്റിയ ഫ്രൂട്ട്സ്. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിന് ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത്രയും ഫ്രൂട്ട്സ് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ബനാന, ഗ്രേപ്സ്, മാംഗോ, ആപ്പിൾ. ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഓരോ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ബനാന ഇട്ട് കൊടുക്കാം, ആപ്പിൾ ഇട്ട് കൊടുക്കാം, ഗ്രേപ്സ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഈ ഫ്രൂട്ട്സ് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും എടുക്കാം, പപ്പായയും പൈനാപ്പിളും ഒഴിച്ചുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഡേറ്റ്സും ഉണക്കമുന്തിരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമുക്ക് തണുപ്പിക്കാനായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഈ ഫ്രൂട്ട് സാലഡിൻ്റെ കസ്റ്റേർഡ് ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് പാലും മുട്ടയുമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഫ്രൂട്ട്സ് അരിഞ്ഞു വന്നപ്പോൾ 1 കിലോയോളമുണ്ട്. അപ്പം നമുക്കതനുസരിച്ച് കസ്റ്റേർഡ് കാച്ചിയെടുക്കണം. 3/4 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാല് നല്ല കട്ടിയുള്ള പാലാണ്. നമുക്കിത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് ഈ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സിനൊക്കെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടാൽ മതി. പാല് തിളച്ച് വരാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുട്ടയും കൂടെ എടുക്കാം. എടുത്തു വെച്ചതിൽ നിന്ന് 4 മുട്ട എടുത്തിട്ടുള്ളൂ. നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിസ്ക് കൊണ്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ആ തിളച്ച് വന്ന പാലിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. മുട്ട കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത്, കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. കസ്റ്റേർഡ് പതുക്കെ കുറുകി വരുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു കസ്റ്റേർഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഒരു സൈഡിലേക്ക് മാത്രമേ ഇളക്കാവൂ. 2 സൈഡും ഇളക്കിയാൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലതായിട്ട് കസ്റ്റേർഡ് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയും കൊടുക്കാം. ഈ കസ്റ്റേർഡ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. റൂം ടെമ്പറേച്ചറിലായ ഈ കസ്റ്റേർഡ് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാനായിട്ട് വെക്കാം. കസ്റ്റേർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രൂട്ട്സിലേക്ക് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കസ്റ്റേർഡിന് കൂടുതൽ രുചിയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെഡി ആയിരിക്കുകയാണ്.
എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.